ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഡ്രീം കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 1 മണിക്കൂർ തികച്ച് വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയ ഒരു ഡ്രീം കേക്കാണ്. എല്ലാം കൂടെ ഒരു 150 രൂപ, സത്യം പറഞ്ഞാൽ 150 രൂപ പോലും ആകുന്നില്ല. വളരെ ചിലവ് കുറവാണ്. ചിലവ് കുറഞ്ഞു എന്ന് കരുതി ഒരു ടേസ്റ്റിനും കുറവുമില്ല. അടിപൊളി കേക്കാണ്. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഡ്രീം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ മൊത്തം എടുത്തിരിക്കുന്നത് ഒരു 40 രൂപയുടെ ഓറിയോ ആണ്. 10 രൂപയുടെ വെച്ച് 4 പാക്കറ്റ്. അത് ഇതുപോലെ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ നമുക്ക് വേണ്ടത് ഇതിനായിട്ട് 20 രൂപയുടെ 2 ഡയറി മിൽക്ക്, 20 രൂപയുടെ 2 മിൽക്കി ബാർ. ഇത്രയാണ് നമുക്ക് ഈ ഡ്രീം കേക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ. പിന്നെ കുറച്ച് പഞ്ചസാര, പാല് എന്നിവയൊക്കെ കോമൺ, അതൊക്കെ എപ്പോഴും നമ്മുടെ വീടുകളിൽ കാണുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഓറിയോ എല്ലാം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് ചെയ്യുന്നതാണ് നല്ലത്. പെട്ടെന്ന് ഒരുപാട് അളവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതുപോലെ ചെറിയ ജാറിലെടുക്കുക. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്നതിന് ഒപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കേണ്ടത് ഒരു വളരെ കുറച്ചളവിൽ ബേക്കിംഗ് സോഡ, പിന്നെ ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് സാധാ പച്ചവെള്ളമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ഒഴിച്ച് കൊടുക്കാം. അതപ്പം റൂം ടെമ്പറേച്ചറിൽ ഉള്ള പാലായിരിക്കണം. എൻ്റെ കയ്യിലിരിക്കുന്ന പാലിനിപ്പോൾ ഇത്തിരി തണുപ്പുള്ളത് കൊണ്ട് ഞാൻ സാധാ പച്ചവെള്ളം ഒഴിച്ച് ഇത് നമുക്ക് ഒരു കേക്കിൻ്റെ ബാറ്ററാക്കി അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതേ നന്നായിട്ട് ഇവിടെ ആയിട്ടുണ്ട്. ആ ഓറിയോയുടെയൊക്കെ മുഴുവൻ കട്ടയും പോയി വളരെ സ്മൂത്തായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഏത് പാത്രത്തിലാണോ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരല്പം ഓയിലൊന്ന് ഗ്രീസ് ചെയ്തേക്കണം. ഞാനിപ്പോൾ ഇത്രയും വലിയ ചുറ്റുപാത്രം എൻ്റെ കയ്യിലുള്ള, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ഡ്രീം കേക്ക് സെറ്റ് ചെയ്യുന്നതും. അപ്പോൾ അതിലേക്ക് ഞാൻ ആ ഓറിയോ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എയർ ബബിൾസ് ഒക്കെ കളയാൻ ഇതൊന്ന് ബേക്ക് ചെയ്യുന്നത് ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു റിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്ക് നമ്മുടെ ആ ചുറ്റുപാത്രം ഇറക്കി വെച്ച് ഒരുപാട് ടൈമൊന്നും വേണ്ട, ഒരു 15 അല്ലെങ്കിൽ 12-15 മിനിറ്റ് മാക്സിമം അത്രയും ടൈം മതി. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബേക്കായിട്ട് കിട്ടും. ഓൾറെഡി ഇത് കുക്കായ ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ നമ്മുടെ കേക്ക് നോക്കിയത്. ഇത് കണ്ടില്ലേ, കേക്ക് വളരെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനുള്ളിൽ നിറയെ ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി പഞ്ചസാര ലായനിയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ലായനിക്ക് പകരമായിട്ട് പാലിൽ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഇതിലേക്ക് ഞാൻ സാധാ പഞ്ചസാര ലായനി നിറയെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട്, നമുക്ക് പെട്ടെന്നല്ലേ നമ്മളിത് തയ്യാറാക്കുന്നത്, അപ്പോൾ ഒരുപാട് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് അതിനാണ്. നമുക്ക് പെട്ടെന്ന് പഞ്ചസാര മുഴുവനും ആ ലായനി മുഴുവനും ഇതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് പഞ്ചസാര ലായനിയാണ്. അതും ഒരുപാട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണ്ട, നമുക്കൊരു ഇച്ചിരി കുറുകിയുള്ള ആ ഒരു രീതിയിൽ മതി. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒഴിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം, ഒത്തിരി ലൂസായിട്ടല്ല. അപ്പം നമുക്ക് നന്നായിട്ട് എല്ലാ വശത്തേക്കും ഈ പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനി ഈ പഞ്ചസാര ലായനിൽ നന്നായിട്ടൊന്ന് സോക്കായിട്ട് വരണം. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഒരുപാട് ഹോൾസ് ഇട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് അതിനും അധികം ടൈം ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ ഈ പഞ്ചസാര ലായനി ഈ കേക്കിലൊക്കെ നന്നായിട്ട് സോക്കായിട്ട് ഇത് നല്ല ജ്യൂസി ആയിട്ട് ഈ കേക്ക് മാറുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് അത്ര മതി ഒന്നായി വരട്ടെ. നമ്മുടെ പഞ്ചസാര ലായനി അവിടെ സോക്കാവുന്ന ടൈമിൽ ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ സാധാ മിൽക്കി ബാറാണ്. ഞാൻ ഡബിൾ ബോയിലൊന്നും ചെയ്തില്ല, നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വെയിലത്ത് കൊണ്ടുവച്ചു. നന്നായിട്ട് നമുക്ക് ഈ മിൽക്കി ബാർ അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പാല്, സാധാ പാലിൽ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതൊഴിച്ച് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലിപ്പം കുറച്ച് ക്രീം ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഫ്രഷ് ക്രീം, അതിൻ്റെ ഡേറ്റ് ഏകദേശം കഴിയാറായതുകൊണ്ട് അപ്പോൾ ഞാൻ അധികമാണ് ഇതിലേക്ക് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് സാധാ പാല് തന്നെ ചേർത്താൽ മതി. ഞാൻ പാല് ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ടേസ്റ്റ് വ്യത്യാസമില്ലാതെ സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഡേറ്റ് കഴിയാറായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതെടുത്തത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അന്നേരത്തേക്ക് ഇത് ഇച്ചിരി എനിക്ക് തോന്നുന്നു പാലൊഴിക്കുന്നതാണ് ഇത്തിരിയും കൂടെ നല്ലത്. ഞാൻ ഫ്രഷ് ക്രീം ഒഴിച്ച സമയത്ത് എനിക്കിത് ഇത്തിരി കൂടി തിക്കായിട്ട് മാറുന്നതായിട്ട് തോന്നിയായിരുന്നു. അപ്പം നമ്മുടെ പഞ്ചസാര ലായനി ഒക്കെ പിടിച്ച് നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ആ മിൽക്കി ബാറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫ്രഷ് ക്രീം ചേർത്തപ്പോഴത്തേക്ക് എനിക്ക് ഇത്തിരി തിക്കായിട്ട് ഇതുപോലെ തോന്നിയായിരുന്നു. പാലാണെങ്കിൽ കറക്റ്റ് അളവിൽ കിട്ടും. അതുകൊണ്ട് പാലാണെങ്കിൽ നമുക്കിതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ചുറ്റുപാത്രം ഒന്ന് ചുറ്റിച്ചാൽ മതി, നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് ലെവലായിട്ട് എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ.
ഇപ്പം ഞാൻ ആ മിൽക്കി ബാർ ഏകദേശം എല്ലാത്തിടത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് സെറ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് ഫ്രീസറിൽ അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടും. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഡയറി മിൽക്കിൻ്റെ മിക്സാണ്. ഇതും ഒരു അല്പം ഫ്രഷ് ക്രീമാണ് ഞാൻ ഇതിലേക്കും ചേർത്തത്. നമ്മുടെ ഡയറി മിൽക്ക് മുഴുവനായിട്ട് 2 എണ്ണമായി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് മുഴുവനായിട്ട് നിങ്ങൾ ഇങ്ങനെ ചേർക്കരുത്. ഒരു പാക്കറ്റിൻ്റെ ഒരു 1/4 ഭാഗം നിങ്ങളെടുത്ത് മാറ്റി വെച്ചേക്കണം. അത് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഡ്രീം കേക്കിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ടാണ്. ഇതിപ്പം നമുക്ക് നല്ല ലൂസായിട്ടല്ലേ കിട്ടിയത്. ഇത് നമ്മളിങ്ങനെ ചുറ്റുപാത്രം ഇങ്ങനെ ഒന്ന് വട്ടം കറക്കി കൊടുത്താൽ മതി. നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഈവനായിട്ട് ഇത് മിക്സ് ആകും. ഇതുപോലെ തന്നെയായിരുന്നു നമുക്ക് മിൽക്കി ബാറും കിട്ടേണ്ടത്. പക്ഷേ ഫ്രഷ് ക്രീം ചേർത്തപ്പോൾ എന്ത് പറ്റിയതാണെന്നറിയില്ല, അത് ഇച്ചിരി തിക്കായിപ്പോയി. ഇതിപ്പം നമുക്ക് ഡയറി മിൽക്കിലേക്ക് പാലാണെങ്കിലും ചേർത്താൽ മതി. ഞാൻ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഉള്ളത് കൊണ്ട് മാത്രം ചെയ്തതേ ഉള്ളൂ. നമ്മൾ ചിലവ് കുറഞ്ഞ് ഉണ്ടാക്കുമ്പോൾ പാൽ ചേർക്കുന്നതാണ് നമ്മൾ നല്ലത്. ഏറ്റവും സിമ്പിളായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടും ആ ഡയറി മിൽക്ക് ഈവനായിട്ട് മിക്സ് ആകുന്നതായിരിക്കും. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിനി ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ച് ഇതൊന്ന് വളരെ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഡ്രീം കേക്കിൻ്റെ 3rd ലെയർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും നമ്മളൊരു 10 മിനിറ്റ് സെറ്റ് ആകാനായിട്ട് ഫ്രീസറിൽ വെക്കുക. അങ്ങനെ നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ആ ലെയറോട് സെറ്റ് ആയതിന് ശേഷം നമ്മൾ അതിന് മുകളിലേക്ക് ഒരു അരിപ്പയിലൂടെ കുറച്ച് കൊക്കോ പൗഡറാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ വീഡിയോ എടുക്കാനായിട്ട് സ്കിപ്പായിപ്പോയി. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അറിയുന്നത് ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡയറി മിൽക്ക് നമ്മൾ ചെറുതായിട്ട് ഒഴിച്ച് കൊടുത്തത് സെറ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ബൂസ്റ്റോ നമുക്ക് ഇതുപോലൊന്ന് മുകൾ ഭാഗം മുഴുവൻ കവർ ചെയ്തൊക്കെ രീതിയിൽ ഒന്ന് ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ഫ്രിഡ്ജിൽ 10 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മളിതിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ 150 രൂപ പോലും ആകുന്നില്ല. ഞാൻ ആ ഫ്രഷ് ക്രീമും എക്സ്ട്രാ എടുത്ത പഞ്ചസാരയുടെ അളവൊക്കെ ചേർത്താണ് പറഞ്ഞത്. നല്ല അടിപൊളി ടേസ്റ്റ്. നമുക്കിത് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട, ഒരുപാട് എക്സ്പെൻസീവോ അല്ല. കുട്ടികൾക്കൊക്കെ വീട്ടിൽ സ്വന്തമായിട്ട് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മുതിർന്നവർക്കും എല്ലാം ഇത് ഒരുപാട് ഇഷ്ടമാകും. നമുക്ക് ഒരുപാട് ടൈം വേണ്ട, ഒരുപാട് എക്സ്പെൻസീവ് അല്ല. പുറത്തു നിന്ന് നമ്മൾ ഡ്രീം കേക്കൊക്കെ വാങ്ങുമ്പോൾ നല്ല എക്സ്പെൻസീവാണ്. ഇത് നമുക്ക് നമ്മൾ എടുത്ത സാധനത്തിൻ്റെ വിലയും എല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.